ലിബറൽ പാർട്ടിയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മാർക്ക് കാർണി കാനഡയുടെ 24ാമത് പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനമേറ്റിരിക്കുകയാണ്. പുതിയ മന്ത്രിസഭയും നിലവിൽ വന്നിരിക്കുകയാണ്. നിരവധി മാറ്റങ്ങളാണ് മന്ത്രിസഭയിലും ഉണ്ടായിട്ടുള്ളത്. ഒരു ചെറിയ മന്ത്രിസഭയാണ് ഇപ്രാവശ്യത്തേത്. പ്രധാനമായിട്ടും റേച്ചൽ ബണ്ടേയൻ, അദ്ദേഹമാണ് ഇനിയുള്ള ഇമിഗ്രേഷൻ മിനിസ്റ്റർ. ഫിനാൻസ് മിനിസ്റ്റർ ലെബ്ലാങ്ക് തുടരുകയാണ്. നമുക്കറിയാം, വിവിധ ചർച്ചകളിൽ അദ്ദേഹമാണ് സജീവമായിട്ട് തന്നെ കാനഡയെ പ്രതിനിധീകരിച്ച് US മീറ്റിങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചലനങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം താരിഫ് കാനഡയുടെ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും മാർച്ച് മാസത്തിൽ ഉണ്ടായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് 25% സ്റ്റീലിൻ്റെയും അലുമിനിയത്തിൻ്റെയും മേലുള്ള താരിഫ് വന്നിരിക്കുകയാണ്. അതേ തുടർന്ന് ഒണ്ടേരിയയിൽ നിന്നുള്ള മറു താരിഫ്, പ്രത്യേകിച്ചും ഇലക്ട്രിസിറ്റിയുടെ മേൽ ചുമത്തുമെന്ന് ഒണ്ടേരിയോ പ്രീമിയർ ഡക്ഫോർഡ് പറയുകയുണ്ടായി. അതിനുശേഷം അമേരിക്കയിൽ നിന്നുള്ള മറുപടി ഉടൻ തന്നെ വന്നു. കാനഡയുടെ മേൽ അലൂമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെയും മേൽ 50% നികുതി ചുമത്തുമെന്നാണ് പറഞ്ഞിരുന്നത്, താരിഫ് ചുമത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ആ ദിവസം തന്നെ അത് ബാക്ക് ഔട്ട് ചെയ്യുകയായിരുന്നു അമേരിക്കയിൽ നിന്നും. പിന്നെ ആ സർചാർജും ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്തു. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഡക്ഫോർഡ് അമേരിക്കയിൽ പോയൊരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ ലെബ്ലാങ്കും ഒരുമിച്ചാണ് പോയിരുന്നത്. ആ ചർച്ച നല്ലതായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. ഇപ്പോഴും 25% തീരുവ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഏപ്രിൽ 2-ാം തീയതി എല്ലാ സാധനങ്ങളുടെ മേലും 25% തീരുവ വരാൻ പോവുകയാണ്. പ്രത്യേകിച്ചും കാറ്, കമ്പ്യൂട്ടേഴ്സ്, മറ്റ് ഡയറി പ്രൊഡക്ട്സ്, ഇവയുടെ എല്ലാം മേൽ തീരുവ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ വിവിധ കമ്പനികളിൽ നിന്നും ലേ ഓഫുകളും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ചും ഹാമിൽട്ടൺ ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്കറിയാം, അവിടെ ഏറ്റവും സ്റ്റീൽ കമ്പനികളൊക്കെ പ്രവർത്തിക്കുന്നതാണ്. അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഈ ദിവസങ്ങളിൽ വരുന്നുണ്ടായിരുന്നു. പലരുടെയും ജോലി അവിടെ നഷ്ടപ്പെടുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പല കമ്പനികളും US നിന്നുള്ള കരാറുകൾ അങ്ങനെ നിർത്തിവെച്ചിരിക്കുകയാണ്. പുതിയ ഹയറിങ്ങുകളൊന്നും ഉണ്ടാവുന്നില്ല. മാർച്ച് 13 അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ കാനഡയിൽ നിന്നും മറു താരിഫ്, റെസിപ്രോക്കൽ താരിഫ് ഉടൻ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. $29 ബില്യൺ ഗുഡ്സിന് മേലാണ് അത് ചുമത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏപ്രിൽ പുതിയ താരിഫ് വരുമ്പോഴും അതുപോലെ തന്നെ മറു താരിഫ് ഏർപ്പെടുത്തും. ഈ മറു താരിഫ് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അത് ഇവിടെ ലേ ഓഫ് ആയിട്ടുള്ള വർക്കേഴ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നാണ് ഫെഡറൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ മേലും അമേരിക്ക താരിഫ് ഏർപ്പെടുത്തി വരികയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഇറക്കുമതി ചെയ്യുന്ന വൈനിൻ്റെ മേൽ 200%-ലധികം താരിഫ് ഏർപ്പെടുത്താനാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ലീഡ് ചെയ്യുന്നത് അമേരിക്കയുടെ സാമ്പത്തികത്തിലേക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ഇടിഞ്ഞു വരികയാണ്. 40% ഇപ്പോൾ അമേരിക്കയിലെ റിസഷൻ്റെ പ്രഡിക്ഷൻ വന്നിരിക്കുന്നത്. JP മോർഗൻ ബാങ്കാണത് പറഞ്ഞിരിക്കുന്നത്. പല സാമ്പത്തിക വിദഗ്ധരും ഇപ്പോൾ പറയുന്നത് അമേരിക്ക റിസഷനിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പല പത്രസമ്മേളനങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചപ്പോൾ ട്രംപ് അതിനെ നിരാകരിക്കുകയായിരുന്നു. അതിലെ നിരാകരിച്ചു കഴിഞ്ഞപ്പോഴാണ് പല ഇൻവെസ്റ്റേഴ്സും അവരുടെ ഫണ്ടുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പുൾ ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇത് ഒരു കടുത്ത പ്രതിസന്ധി തന്നെയാണ്. അമേരിക്ക റിസഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ലോകരാജ്യങ്ങളൊക്കെ റിസഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മെക്സിക്കോയും കാനഡയും ഒക്കെ റിസഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. നമുക്കൊരു നല്ല പരിഹാര മാർഗം ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും പുതിയ മന്ത്രിസഭയൊക്കെ വരികയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് കാനഡ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരിക്കുകയാണ്. 0.25 കുറച്ച് 2.75 എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കാനഡയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രോത്ത് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ പോകുന്ന രീതിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും. പക്ഷേ താരിഫിൻ്റെ എഫക്റ്റ് അപ്രതീക്ഷിതമായിട്ട് വന്നിട്ടുള്ളതാണ്. 25% താരിഫ് മുന്നോട്ട് തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് താഴോട്ട് പോകും. അതോടൊപ്പം തന്നെ
നിരവധി ജോലികളും ആളുകൾക്ക് നഷ്ടപ്പെടും. നിരവധി ആളുകൾ അൺഎംപ്ലോയ്മെൻറ്റിലാവും. ഇപ്പോൾ ഉള്ള 6.6 അൺഎംപ്ലോയ്മെൻറ്റ് റേഷ്യോ ചിലപ്പോൾ 2% വരെ കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പല വൃത്തങ്ങളും പറയുന്നത്. ഇതൊക്കെയാണ് US കാനഡ ബന്ധങ്ങളിലെ അപ്ഡേറ്റ്സുകൾ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇനി നമ്മുടെ ഒണ്ടേരിയോയിലെ കാര്യങ്ങളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും പ്രത്യേകിച്ചും ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന പല സാധനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസുകളും ഇതൊക്കെ അഫക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കറിയാം ഇലക്ഷൻ അടുത്തു വരികയാണ്. പ്രധാനമായിട്ടും ഫെഡറൽ ഇലക്ഷൻ വരികയാണ്. ഇതൊരു ഇടക്കാല മന്ത്രിസഭ മാത്രമാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം പുതിയ മന്ത്രിസഭ വരും. അത് ലിബറലിൻ്റെ ആവാം, അല്ലെങ്കിൽ കൺസർവേറ്റീവിൻ്റെ ആവാം. ഈ സമയത്ത് കൺസർവേറ്റീവിൻ്റെ നില അത് പഴയതിൽ നിന്ന് താഴേക്ക് പോയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം കേട്ട വാർത്തകളിലൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചത്. കാരണം ജസ്റ്റിൻ ട്രൂഡോയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻസ് ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഈ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു തീരുമാനം വന്നത്. ഈ അമേരിക്കയിൽ നിന്നുള്ള താരിഫും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയും അമേരിക്കയുടെ 51ാമത് സ്റ്റേറ്റായിട്ട് കാനഡ മാറണമെന്നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദവും മറ്റു കാര്യങ്ങളൊക്കെ അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആളുകളുടെ ശ്രദ്ധ ഇപ്പോൾ കാനഡ എന്ന രാജ്യവും അതിൻ്റെ സോവറിനിറ്റിയും മാത്രമാണ്. അത് കാരണമാണ് രാഷ്ട്രീയ മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് നോക്കിയിരുന്ന് കാണാം അടുത്ത മന്ത്രിസഭ ആരുടെ ആയിരിക്കും എന്നുള്ളത്. അത് NDP ആണോ, ലിബറൽ ആണോ, കൺസർവേറ്റീവ് ആണോ ഫോം ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിരുന്ന് തീർച്ചയായിട്ടും കാണാം. ഇമിഗ്രേഷൻ വാർത്തകളിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഒരു നല്ല അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ഇനി മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഫീൽഡ് ഓഫ് സ്റ്റഡി ഇല്ലാതെ തന്നെ PGWP നൽകും എന്ന് ഒരു അറിയിപ്പ് IRCC പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെബ്സൈറ്റിൽ തന്നെ കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള Q&A സെഷനിൽ കൂടുതൽ കാര്യങ്ങൾ റെഗുലേറ്റഡ് കൺസൾട്ടൻറ്റുമായിട്ട് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്ത ആഴ്ച നമ്മുടെ ലൈവ് സെഷൻ ഉണ്ട്. അത് പ്രധാനമായിട്ടും സെൽഫ് പ്രിപ്പറേഷൻ, അതോടൊപ്പം തന്നെ PGWP ആപ്ലിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ആൻസർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമ്മുടെ അടുത്ത ആഴ്ചയുള്ള ലൈവ് സെഷൻ തീർച്ചയായിട്ടും വായിച്ചു പോകുന്നതാണ്. കാലാവസ്ഥ കാര്യങ്ങളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും ഇപ്പോൾ ഒണ്ടേരിയോയിൽ പ്ലസ് ക്ലൈമറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. വെതറൊക്കെ ഇപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ആയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 16 ഡിഗ്രിയൊക്കെ വരെ ചില ദിവസങ്ങളിൽ വരുന്നുണ്ട്. +16 കേട്ടോ. ചില ദിവസങ്ങളിൽ മൈനസും പോകുന്നുണ്ട്. ആളുകളൊക്കെ ചെറുതായിട്ടൊക്കെ സ്പ്രിംഗ് ക്ലീനിങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ കാലാവസ്ഥ മെച്ചപ്പെട്ടു വരികയാണ്. കറക്റ്റായിട്ടുള്ളൊരു വെതറായിരുന്നു ഈ വർഷം ലഭിച്ചത്. പ്രത്യേകിച്ചും കർഷകർക്കൊക്കെ ചേർന്നൊരു വെതർ തന്നെയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ വർഷമൊക്കെ സ്നോ കുറവായിരുന്നു. സ്നോ കുറവ് വരുമ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്പ്രിംഗ് സീസണിലുള്ള കൃഷിയെ അത് ബാധിക്കും. കാരണം വിൻ്ററിന് മുമ്പേ തന്നെ ചില സീഡ്സൊക്കെ അവർ നേരത്തെ തന്നെ പാകി വെക്കാറുണ്ട്. അതിനുശേഷം കറക്റ്റ് സ്നോ അതിൻ്റെ മുകളിൽ വീണ് അതിനുശേഷം ഈ സ്നോ ഉരുകി വെള്ളം താഴോട്ട് ചെന്ന് ആണ് ഈ വിത്തുകളൊക്കെ മുളച്ചു വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ആളുകളുമൊക്കെ കൃഷി ആരംഭിക്കുന്ന ഒരു സമയമാണ്. വിവിധ ചർച്ചകളിലുമൊക്കെ കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. പച്ചക്കറി കൃഷികളുടെ കാര്യങ്ങളൊക്കെ പേരൻസൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറി കൃഷികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലപോലെ ആക്റ്റീവായി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയവുമാണിത്. ഒണ്ടേരിയോയിൽ മീസൽസ് ചൂടുപനി വ്യാപകമാകുന്നു. 280-ലധികം കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇത് പ്രതിരോധ മെഡിസിനുകൾ വാക്സിനേഷൻ എടുക്കാത്തവർക്കാണ് ഇത് പിടിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം മീസൽസ് എന്ന് പറയുന്നത് എറാഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസീസ് തന്നെയാണ്. പക്ഷേ എങ്കിലും വിവിധ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ അൺവാക്സിനേറ്റഡ് ആയിട്ട് ഇവിടെ എത്തുമ്പോഴാണത് കൂടുന്നതെന്നാണ് ഹെൽത്ത് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പുതിയതായിട്ടൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. നാട്ടിൽ നിന്ന് വാക്സിനേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ കാർഡൊക്കെ ആയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് അതിനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പലരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കുട്ടികളുടെയൊക്കെ വാക്സിനേഷനൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് വന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വന്ന ശേഷവും നിങ്ങൾക്ക് വാക്സിനേഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഫാമിലി ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളൊക്കെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നതാണ്. വീടുകളുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ വളരെ കൺസേൺഡ് ആയിട്ടുള്ള കാര്യമാണ്. വീടുകൾ വിൽക്കുക, വാങ്ങുക, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പല ന്യൂസുകളിലെ അഭിമുഖങ്ങളിൽ മോർഗേജ് സ്പെഷ്യലിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. I-beam എന്ന് പറഞ്ഞിട്ടുള്ള വലിയ സ്റ്റീൽ തൂണുകൾ
അവയുടെ വില കൂടിയിട്ടുണ്ട്. കാരണം സ്റ്റീലിലാണത് പണിയുന്നത്. അതോടൊപ്പം തന്നെ ലംബർ പ്രൊഡക്ട്സിൻ്റെ മേൽ, പ്രത്യേകിച്ചും കാനഡയിൽ നിന്നുള്ള അൺപ്രോസസ്ഡ് ലംബർ തടി അമേരിക്കയിൽ പോയി അത് പ്രോസസ്സ് ചെയ്താണ് തിരിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയിലും ധാരാളം തടിയുടെ ആവശ്യമുണ്ട്. അതെല്ലാം ഇവിടെ നിന്നാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും വീടുകളുടെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന വീടുകളുടെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അധികം സെയിൽ ഒന്നും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് റിയൽറ്റേഴ്സ് ഒക്കെ പറയാറുള്ളത്. എങ്കിലും ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഇപ്പോഴും വീടുകളൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിയൽറ്റേഴ്സും ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും. അത്രയൊക്കെയാണ് നമ്മുടെ ലോക്കലായിട്ടുള്ള കുറേ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് ഓരോ പ്രസ്താവനകൾ ഇറക്കുമ്പോഴേക്കും അമേരിക്കയിലെ നിത്യജീവിതത്തിൽ അത് സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ബോർഡറുകളിലുള്ള സ്റ്റോറുകൾ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ, ഗ്യാസ് സ്റ്റേഷനുകൾ, അവിടെയൊക്കെ കച്ചവടങ്ങൾ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. കാനഡയിൽ നിന്നും ആളുകൾ അവിടെ പോയി സാധനങ്ങൾ വാങ്ങുന്നില്ല, അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുന്നില്ല. ഒരു മാസം തന്നെ 27% ആളുകളാണ് ഇപ്പോൾ അങ്ങോട്ട് പോകാതിരിക്കുന്നത്. ബിസിനസ് അത്രമാത്രമാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ബോർഡർ ടൗൺസിനെ കണ്ടമാനം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അമേരിക്കയിലെ പ്രധാന കമ്പനികളായിട്ടുള്ള ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ്, ആമസോൺ, മെറ്റ, ടെസ്ല, ഈ കമ്പനികൾക്കൊക്കെ വന്ന നഷ്ടങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ദിവസത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ സംഭവിച്ചതാണ്. പ്രത്യേകിച്ചും കാനഡയുടെ മേൽ 50% താരിഫ് ചുമത്തുമെന്നുള്ള ആ പ്രഖ്യാപനം വന്ന ആ ദിവസത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ആളുകളിൽ പ്രത്യേകിച്ചും 55% ആളുകൾക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ലോങ് ടേം പ്ലാനിങ്ങിന് വേണ്ടി അവർ ഇത്ര സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നു. ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി അവർ പല സ്റ്റോക്കുകളും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇതെല്ലാം അവരുടെ നിത്യജീവിതത്തെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. 2008 റിസഷൻ ഉണ്ടായപ്പോൾ, സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ അമേരിക്ക വീണുപോയതിൻ്റെ പ്രധാന കാര്യം ഇത് തന്നെയാണ്, ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. എന്നാൽ ഇന്ത്യയിലെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ പിടിച്ചു നിന്നു. പ്രത്യേകിച്ചും മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇന്ത്യൻ എക്കോണമിയെ സംരക്ഷിച്ചു ആ സമയത്ത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ വാർത്തകളും വിശേഷങ്ങളും. നമുക്കിനി അടുത്ത ആഴ്ച ലൈവ് സെഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കോഴ്സുകളൊക്കെ കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോംസ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും PR-ൽ കാനഡയിലേക്ക് എത്തുന്നവരുള്ള പുതിയ കോഴ്സുകൾ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും എന്തെങ്കിലും വീടുകളോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതാണ് biju@canadianskills.ca. ഇവിടെയുള്ള ലീഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോർവേഡ് ചെയ്ത് തരാം. അതിൽ നിങ്ങൾ വിളിച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട ശേഷം പണമൊക്കെ അടയ്ക്കാവുള്ളൂ. അങ്ങനെ പുതുതായിട്ട് വരുന്നവരെ എല്ലാവരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ചയും ആശംസിക്കുന്നു. നമുക്ക് അടുത്ത വെള്ളിയാഴ്ച കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.